BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. മഴ കനത്തതോടെ കുളമായി എറണാകുളം ജില്ലയിലെ റോഡുകൾ. കാലവർഷം എത്തും മുൻപേ കഴിഞ്ഞ ദിവസങ്ങളിൽ തകർത്ത് പെയ്ത വേനൽ മഴയാണ് റോഡുകളുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയത്. ഇതോടെ പലയിടങ്ങളിലും കാൽനട പോലും ദുസ്സഹമായി. ഇതോടൊപ്പം എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട ദേശീയപാതകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന അറ്റകുറ്റപ്പണികളും ജലജീവൻ മിഷൻ പൈപ്പിടൽ പ്രവൃത്തികളും റോഡുകൾ വിതയ്ക്കുന്ന ദുരിതം ചില്ലറയല്ല. കൊച്ചി നഗരത്തിലെ പ്രധാന റോഡുകളിലെല്ലാം കുഴികൾ രൂപപ്പെട്ടു കഴിഞ്ഞു. നൂറുകണക്കിന് ബസ്സുകളെത്തുന്ന വൈറ്റ്ല ഹബ്ബിലേക്കുള്ള റോഡ് അക്ഷരാർത്ഥത്തിൽ കുളം പോലെയാണ്. പതിറ്റാണ്ടായി തകർന്നു കിടക്കുന്ന എറണാകുളം തേക്കടി ഹൈവേയിലെ കിഴക്കമ്പലം മുതൽ നെല്ലാട് വരെ ഭാഗം യാത്രക്കാർക്ക് ദുരിതമാണ് സമ്മാനിക്കുന്നത്. അറ്റകുറ്റപ്പണിക്കായി കോടികൾ പൊടിക്കുന്നുണ്ടെങ്കിലും റോഡ് തകർന്ന തരിപ്പണമായി കഴിഞ്ഞു. പുനർനിർമ്മാണ ഫണ്ട് അനുവദിച്ചെന്ന പ്രഖ്യാപനങ്ങൾ പലവട്ടം വന്നെങ്കിലും സാങ്കേതികത്വത്തിൽ കുരുങ്ങി ഇതൊന്നും നടപ്പായില്ല. ഒരു പതിറ്റാണ്ട് മുൻപാണ് റോഡിൽ അവസാനമായി റീടാറിംഗ് അടക്കം പുനർനിർമ്മാണ പ്രവൃത്തികൾ നടന്നത്. ഇതിനിടെ തന്നെ കാക്കനാട് മൂവാറ്റുപുഴ നാലുവരിപ്പാതയും തങ്കളം കാക്കനാട് പാതയും പ്രഖ്യാപനത്തിൽ വന്നെങ്കിലും രണ്ടും നിലച്ച മട്ടാണ്. മഴ ശക്തമായതോടെ ആലുവ മൂന്നാർ ദേശീയപാത റോഡിൽ യാത്രക്കാരുടെ ദുരിതം ഇരട്ടിയായി. പല ഭാഗങ്ങളും തകർന്ന റോഡിൽ ജൽജീവൻ മിഷൻ പദ്ധതിയിലെ അപാകതകൾ ദുരിതം കൂട്ടുകയാണ്. മാസങ്ങളായി അനുഭവിക്കുന്ന ദുരിതം മഴ തുടങ്ങിയതോടെയാണ് ഇരട്ടി ദുരിതമായത്. ജൽജീവൻ മിഷൻ പദ്ധതിയിലെ പൈപ്പിടൽ പ്രവൃത്തികളാണ് ദുരിതമായി തുടരുന്നത്. ചാലക്കൽ പകലമറ്റം മുതൽ തോട്ടുമുഖം വരെ ഭാഗങ്ങളിലെ റോഡിന്റെ ഇരു സൈഡിലും പുതിയ പൈപ്പുകൾ ഇട്ടിട്ടുണ്ട്. പൈപ്പിടൽ പൂർത്തിയാക്കി. ഇവിടെയെല്ലാം മണ്ണിട്ട് മൂടിയെങ്കിലും ടാർ ചെയ്തിട്ടില്ല. പൈപ്പിടാൻ റോഡ് പൊളിച്ച ഭാഗങ്ങളിൽ വലിയ കുഴികളായിട്ടുണ്ട്. ഇത് വാഹനാപകടങ്ങൾക്കും ഗതാഗത കുരുക്കിനും ഇടയാക്കുന്നു. ഇരുചക്ര വാഹന യാത്രക്കാരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. 10 വർഷത്തിലധികമായി ഈ റോഡ് പൂർണ്ണമായി ടാർ ചെയ്തിട്ട്. ഇതിനിടയിൽ നാലുവരിപ്പാത പദ്ധതി വന്നെങ്കിലും പണി ഇതുവരെ ആരംഭിച്ചിട്ടില്ല. സംസ്ഥാനത്തെ എല്ലാ വില്ലേജുകളുടെയും ഡിജിറ്റൽ സർവേ രേഖകൾ തയ്യാറാക്കുന്നതിനുള്ള എൻ്റെ ഭൂമി പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ജില്ലയിൽ 13 വില്ലേജുകളിൽ സർവേ നടപടികൾ പൂർത്തിയായി. കണയന്നൂർ, തിരുവാങ്കുളം, രാമമംഗലം, ഫോർട്ട് കൊച്ചി, ആമ്പല്ലൂർ, പല്ലാരിമംഗലം, വാളകം, ഇടക്കൊച്ചി, പുണിത്തറ, മട്ടാഞ്ചേരി, തോപ്പുംപടി, പള്ളുരുത്തി വില്ലേജുകളിലാണ് സർവേ പൂർത്തിയായത്. ഈ വില്ലേജുകളിലെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി. ഇതിലും ആക്ഷേപങ്ങൾ സമർപ്പിക്കാനുള്ള വെബ്സൈറ്റുകൾ പ്രസിദ്ധീകരിച്ചു. സ്ഥലം അളന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ അതത് വില്ലേജിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ സർവേ ക്യാമ്പ് ഓഫീസിൽ സമർപ്പിക്കാം. ജില്ലയിൽ എൻ്റെ ഭൂമി പോർട്ടൽ വഴി ഓൺലൈനായ ഡിജിറ്റൽ സ്കെച്ച് പരിശോധിക്കാം. വ്യക്തിവിവരങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്ത ശേഷം ലോഗിൻ ചെയ്യണം. തുടർന്ന് തണ്ടപ്പർ സർവേ നമ്പർ ഉപയോഗിച്ച് വസ്തുവിൻ്റെ ഡിജിറ്റൽ സ്കെച്ച് പരിശോധിക്കാം. ആധാരപ്രകാരമുള്ള വിസ്തീർണവും മതിലുകളും പരിശോധിക്കാം. മുമ്പ് വരച്ച സ്കെച്ചുകളുമായി ഒത്തുനോക്കുകയും ചെയ്യാം. സ്കെച്ച് സംബന്ധിച്ച പരാതികൾ ഡിജിറ്റൽ സർവേ ക്യാമ്പ് ഓഫീസിൽ സമർപ്പിക്കാം. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. നഗരത്തിലെ പ്രധാന റോഡുകളിലെ നടപ്പാതകളുടെ സ്ഥിതി സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം. റോഡുകളുടെ ശോച്യാവസ്ഥ സംബന്ധിച്ച ഹർജിയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ നടപടി. കഴിഞ്ഞ ശനിയാഴ്ച പാലാരിവട്ടത്ത് ഓടയുടെ സ്ലാബിനടിയിൽ കാൽനടക്കാരിയുടെ കാൽ കുടുങ്ങിയ സംഭവവും കോടതി ഇടപെടലിന് കാരണമാണ്. ഭാഗികമായി തുറന്നു കിടക്കുന്ന ഓടയിൽ വീഴാതെ സ്ത്രീ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടതെന്നും കോടതി വാക്കാൽ പറഞ്ഞു. തക്ക സമയത്ത് സഹായം കിട്ടിയതാണ് തുണയായത്. നഗരത്തിലെ നടപ്പാതകളുടെ സ്ഥിതി പരിതാപകരമാണ്. വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ റോഡും കാനയും തമ്മിൽ തിരിച്ചറിയാത്ത സ്ഥിതിയുണ്ടെന്നും ബെഞ്ച് നിരീക്ഷിച്ചു. മാസങ്ങൾക്ക് മുൻപ് ആവിഷ്കരിച്ച ഓപ്പറേഷൻ ഫുട്പാത്ത് ബന്ധപ്പെട്ടവർ വലിയ തോതിൽ അവഗണിച്ചെന്നും കോടതി ഓർമ്മിപ്പിച്ചു. ഇത് കേവലം ഡ്രെയിനേജ് പ്രശ്നമല്ല, പൗരന്മാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന വിഷയമാണ്. കോർപ്പറേഷൻ, കൊച്ചി മെട്രോ, പൊതുമരാമത്ത് വിഭാഗങ്ങൾ ഇതിൽ ഉത്തരവാദിത്തമുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സുഹൃത്തിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ മീഡിയനിലിടിച്ച് റോഡിൽ തെറിച്ചു വീണ യുവാവിന് ദാരുണാന്ത്യം. കുന്നുകരയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആലുവ മുപ്പത്തടം വലിയങ്ങാടി വീട്ടിൽ അബ്ദുറഹ്മാന്റെ മകൻ ഷാഹുൽ ഹമീദാണ് മരിച്ചത്. അത്താണി കേരള ഫാർമസിക്ക് സമീപം തിങ്കളാഴ്ച രാത്രി 7:45 അപകടം. വയൽക്കരയിൽ നിന്ന് സുഹൃത്തിനൊപ്പം ആലുവയിലേക്ക് വരുമ്പോഴായിരുന്നു അപകടം. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചുയർന്ന റോഡിൽ പതിക്കുകയായിരുന്നു. ഹമീദ് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ബൈക്ക് ഓടിച്ചിരുന്ന വയൽക്കര സ്വദേശി അഖിൽരാജ് നിസ്സാര പരിക്കുകളോട് രക്ഷപ്പെട്ടു. ഷാഹുൽ ഇടപ്പള്ളിയിൽ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. അമ്മുവാണ് ഹമീദിന്റെ ഭാര്യ. മകൻ തൗഫിക്. സഹോദരങ്ങൾ ഷാഫി, ഷിഹാബ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മുപ്പത്തടം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി.
അങ്കമാലി പറക്കുളം റോഡിൽ 8-5 വയസ്സുള്ള കുട്ടികളടക്കം 4 പേർ ദാരുണമായി മരിക്കാനിടയായ വീട്ടിൽ പരിശോധനയും അന്വേഷണവും കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി പോലീസ് കാവൽ ഏർപ്പെടുത്തി. തീപിടുത്തമുണ്ടായ 2ാം നിലയിലെ കിടപ്പുമുറി സീൽ ചെയ്തു. അങ്കമാലിയിലെ പരമ്പരാഗത മലഞ്ചരക്ക് വ്യാപാരി കുടുംബാംഗവും പ്രധാന വ്യാപാരിയുമായ അയ്യമ്പള്ളി വീട്ടിൽ കൊച്ചുമോൻ എന്ന ബിനീഷ് കുര്യൻ, ഭാര്യ അനുമോൾ മത്തായി, മകൾ ജുവാന, മകൻ ജസ്വിൻ എന്നിവരാണ് കിടപ്പുമുറിക്ക് തീപിടിച്ച് ശനിയാഴ്ച പുലർച്ചെ മരിച്ചത്. ബിനീഷിന്റെ അമ്മ ചിന്നമ്മ മാത്രമാണ് വീടിനകത്ത് താഴത്തെ മുറിയിലുണ്ടായിരുന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് അങ്കമാലി യാക്കോബായ കത്തീഡ്രൽ പള്ളിയിലെ കുടുംബ കല്ലറയിലാണ് മൃതദേഹങ്ങൾ സംസ്കരിച്ചത്. അമ്മ ചിന്നമ്മ തൊട്ടടുത്തുള്ള മൂത്ത മകൻ ബിനോയുടെ വീട്ടിലേക്ക് താമസം മാറ്റി. കൂടുതൽ അന്വേഷണവും തെളിവുകളും ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നിർദ്ദേശപ്രകാരം വീടിന്റെ സംരക്ഷണം പോലീസ് ഏറ്റെടുത്തത്. പോസ്റ്റ്മോർട്ടം നടത്തിയ പോലീസ് സർജൻ ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അത് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. അതിന്റെ ഫലം വന്നാൽ മാത്രമേ അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കൂ. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് യാത്രക്കാരുടെ അനുഭവവും എയർപോർട്ട് സേവന നിലവാരവും മെച്ചപ്പെടുത്തുന്നതിനായി ആഭ്യന്തര ടെർമിനലിൽ സെൽഫ് ബാഗേജ് ഡ്രോപ്പ് സൗകര്യം ആരംഭിച്ചു. എയർലൈൻ ജീവനക്കാരുടെ സഹായമില്ലാതെ യാത്രക്കാർക്ക് അവരുടെ ചെക്ക് ഇൻ ബാഗുകൾ നേരിട്ട് കൺവെയറുകളിൽ ഇടാൻ ഈ സൗകര്യം സഹായിക്കും. ഇൻഡിഗോ, എയർ ഏഷ്യ, എയർ ഇന്ത്യ തുടങ്ങിയ വിമാന കമ്പനികൾ ഈ സംവിധാനം ഉപയുക്തമാക്കാൻ തുടങ്ങി. ഇതോടെ ആഭ്യന്തര മേഖലയിലെ 95% യാത്രക്കാർക്കും ഇപ്പോൾ കൊച്ചി എയർപോർട്ടിൽ ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം. ടെർമിനലുകൾ ഗേറ്റുകൾക്കരികെ സ്ഥാപിച്ചിട്ടുള്ള 10 കോമൺ യൂസ് സെൽഫ് സർവീസ് കിയോസ്കുകളിൽ നിന്ന് യാത്രക്കാർക്ക് ബോർഡിംഗ് പാസ് പ്രിന്റ് ബാഗ് ടാഗ് പ്രിന്റൌട്ടും എടുക്കാം. ടാഗ് സ്റ്റിക്കർ ബാഗിൽ ഒട്ടിച്ച ശേഷം യാത്രക്കാർക്ക് സ്വയം ബാഗ് ഡ്രോപ്പ് സൗകര്യത്തിലേക്ക് പോകാനും അവരുടെ ബാഗുകൾ ഈ യന്ത്രത്തിലേക്ക് ഇടാനും കഴിയും. 27 മുതൽ 30 വരെയുള്ള ചെക്ക് ഇൻ കൗണ്ടറുകളിൽ സിയാൽ 4 സെൽഫ് ബാഗ് ഡ്രോപ്പ് സിസ്റ്റങ്ങൾ സ്ഥാപിച്ചു. ഈ സംവിധാനം സിയാലിന്റെ ബാഗേജ് ഹാൻഡ്ലിംഗ് സിസ്റ്റവുമായി സംയോജിപ്പിച്ചിരിക്കുന്നു. മെഷീനുകൾ കാനഡയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തത്. ദക്ഷിണ കൊറിയയിലെ സോൾ വിമാനത്താവളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള അതേ സംവിധാനമാണ് സിയാൽ ഒരുക്കിയിരിക്കുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ആകെ നിർമ്മാണ ചെലവ് 8,867.14 കോടി രൂപയെന്ന് മന്ത്രി VN വാസവൻ. സംസ്ഥാന സർക്കാർ 5,595.34 കോടി രൂപ, കേന്ദ്ര സർക്കാർ 817.80, AVPL 2,454 കോടി രൂപ എന്നിങ്ങനെയാണ് ചെലവഴിക്കുന്നത്. ജൂണോടുകൂടെ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങുവാനും ആവശ്യമായ ക്ലിയറൻസ് ലഭിക്കുന്ന പക്ഷം ഒക്ടോബർ-ഡിസംബർ മാസങ്ങൾക്കിടയിൽ പൂർണ്ണമായി വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം നടത്തുവാനുമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. 1ാം ഘട്ടത്തിൽ 800 മീറ്റർ നീളമുള്ള ബർത്തിന്റെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരേ സമയം 2 കപ്പലുകളാണ് അടുപ്പിക്കുവാൻ കഴിയുന്നത്. തുറമുഖത്തിനായുള്ള 220 kV സബ്സ്റ്റേഷൻ, 33 kV സബ്സ്റ്റേഷൻ, പോർട്ട് ഓപ്പറേഷൻ കെട്ടിടം, ഗേറ്റ് കോംപ്ലക്സ്, സെക്യൂരിറ്റി ബിൽഡിംഗ് എന്നിവയുടെ നിർമ്മാണവും പൂർത്തീകരിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.